ഹലോ, ഇന്നത്തെ വീഡിയോ നമ്മളെ വീട്ടിലൊരു കിളിയുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. ഇതിന് ഞങ്ങൾ DNA ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോവേണേ. ഇതിൻ്റെ ഡാഡി മമ്മി ആരെന്നല്ല, ഇത് ആണാണോ പെണ്ണാണോ എന്നറിയാനായിട്ടാണ് കേട്ടോ. അങ്ങനെ ഇത് ഒരു കൂട്ടിനകത്ത് എടുത്ത് വെച്ച് കൊണ്ടുപോവുകയാണ് സംഭവം. ഇവിടെ വീട്ടിലൊരു കിളിയുണ്ട് കേട്ടോ. അത് ഞാൻ ഇതുവരെ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടാവും. മിക്ക വീഡിയോയിലും ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടാവും. ഞാൻ ഇതുപോലെ വോയിസ് റെക്കോർഡ് കൊടുക്കുമ്പോൾ സംഭവം കിടന്ന് ഭയങ്കര വിളിയാണ്. ഇത് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ്, അല്ല ഡിസംബറിലാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് കേട്ടോ. ഇന്നാണ് കൊണ്ടുപോണത്. ഇതിന് എത്രയും മാസം കഴിഞ്ഞാലേ നോക്കാൻ പറ്റൂ എന്നൊക്കെ ഉണ്ട്. ഇതാണ് കട. ഈ കടയിൽ നിന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ചെറുതായിരുന്നപ്പോൾ ചേട്ടൻ വേറെ കിളികളെയൊക്കെ എടുത്തു കൊടുക്കും. അങ്ങനെ എടുത്തു കൊടുത്തപ്പോൾ ഒരെണ്ണം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇവിടെ മീനൊക്കെ ഉണ്ട് കേട്ടോ. മീൻ, പട്ടി, പൂച്ച, കോഴി എല്ലാം ഉണ്ട്. സകല സാധനങ്ങളുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഫുഡാണ് കേട്ടോ. ഫീഡിങ് ഫുഡുകളെല്ലാം. കിളിയുടേതും പട്ടിയുടേതും പൂച്ചയുടേതും കോഴിയുടേതും എല്ലാം. ഈ സംഭവം അവർ ചെയ്യണത്, ഇതിൻ്റെ കാലിലൊരു റിങ് ഇട്ടായിരുന്നു അവർക്കറിയാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ 2-3 തൂവലൊക്കെ എടുത്തായിരുന്നു. 2-3 അല്ല, അതിൽ കൂടുതലെടുത്ത്. കഴുത്തിൻ്റെ അവിടെ നിന്നും ചിറകിൻ്റെ അവിടെ നിന്നും അതിൻ്റെ ബാക്കിൽ നിന്നും ഒക്കെ ഒരുപാട് തൂവലെടുത്തായിരുന്നു. ഒരു 4-5 തൂവൽ കൂടുതൽ എന്തായാലും എടുത്ത്. ഇത് സംഭവം അവർ റിങ് ഇടണതാണ് കണ്ട. ഇത് അവർക്ക് നമ്പർ എന്തോ അറിയാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഈ റിങ്ങോട് കൂടിയാണ് ഇട്ട് ഞങ്ങൾ ഇനി വിട്ടത് കേട്ടോ. അത് എടുത്തിട്ടില്ല. ഇനി ലാസ്റ്റ് 15 ദിവസം കഴിഞ്ഞിട്ടെങ്ങാണ്ടാണ് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റണത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റിസൾട്ട് ഇടാം കേട്ടോ. ഇന്നാണ് കൊണ്ടുപോയത്. ഇത് നല്ല ചെറുതായിരുന്നപ്പോഴാണ് നമ്മളെ കയ്യിൽ കിട്ടിയത്. തൂവലൊന്നും വന്നില്ല. എണിച്ച് നിൽക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിൽ. അപ്പോൾ നമ്മൾ മറ്റേ സിറിഞ്ചുണ്ടല്ലോ, ഇഞ്ചക്ഷനൊക്കെ എടുക്കണ സൂചിയുടെ ആ സംഭവത്തിലാണ് ഇങ്ങനെ. ഇതിൻ്റെ ഒരു ഫുഡുണ്ട്. ആ പൊടിയൊക്കെ നല്ല ലൂസാക്കി അതിലാക്കി ഇതിന് കൊടുത്തുകൊണ്ടിരുന്ന. വേറെയുള്ള ചേട്ടൻ്റെ കൂടെ ഇതിനൊക്കെ കിട്ടിയവർക്കൊക്കെ ചത്തുപോയി. പക്ഷെ നമുക്കെന്തോ ഭാഗ്യത്തിന് ഇതിനെ രക്ഷപ്പെട്ട് കിട്ടി. ഇതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ചേട്ടനെ അറിയാവും. ഇതിൻ്റെ പേരെന്താണെന്നല്ല എനിക്കറിഞ്ഞൂടാ. ഇതൊരു പാരറ്റാണ് സംഭവം. കണ്ട മറ്റേ കരിയില കിളിയുടെ ലുക്കൊക്കെയാണ്. ഇതിന് കൊമ്പ് ഇങ്ങനെ തലയുടെ അവിടെ പൂങ്കോഴിയുടെയൊക്കെ സംഭവം പോലെ ഇതൊക്കെയുണ്ട്. ഈ കടയിൽ കണ്ട മറ്റേ ബെൽറ്റ് സംഭവം പട്ടിക്ക് ഇതിൻ്റെയൊക്കെ പെറ്റ്സിൻ്റെയൊക്കെ കഴുത്തിലൊക്കെ ഇട്ടിരിക്കില്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ കീ ചെയിൻ പോലത്തെ സംഭവങ്ങൾ പല വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഇതതിൻ്റെ തൂവൽ എടുക്കണതാണ്. ഇത് കണ്ട. അത് ചെറുതായിട്ടൊക്കെ വിളിച്ച് കേട്ടോ. കരഞ്ഞായിരുന്നു. വലിയ രീതിയിലല്ല, ചെറുതായിട്ട്. ഈ തൂവൽ എടുക്കുമ്പോൾ ഉള്ള ഒരിത്. നമ്മൾ ചിറക് വെട്ടിയാണ് കേട്ടോ ഇത് ഇട്ടിരിക്കണം. ഇത് ഒരുപാട് തവണ പറന്ന് പോകാൻ നോക്കിയിട്ടുണ്ട്. നമ്മൾ വിളിച്ചാലൊക്കെ ഇത് അടുത്ത് വരും കേട്ടോ. അനുസരണയുള്ള കിളിയാണ്. ചെറുതിലെ നമ്മളെ കയ്യിൽ കിട്ടിയത് കൊണ്ടായിരിക്കാം. ഇനി ബാ ബാ എന്നൊക്കെ കോഴീനെ വിളിക്കും പോലെ നമ്മൾ ഈ കിളീനെ വിളിക്കും. പക്ഷെ അത് വന്ന്. ഇതവിടുത്തെ ഫിഷ് ടാങ്കാണ് കേട്ടോ. അവർ സംഭവം ഇങ്ങനെ വച്ച് എഴുതണതിൻ്റെ അടിയിലായിട്ടാണ് ഇത് കണ്ട. ഇതൊരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കുക. അതിനകത്തൊന്നുമില്ല. ആ ഒരു ഭംഗിയുണ്ട്. ഞാൻ ഫോട്ടോ എടുത്തതാണ്, വീഡിയോ എടുത്തത്. ഇത് സംഭവം കിളികൾ, ലവ് ബേഡ്സ്, പ്രാവ് ഒക്കെ. താഴോട്ടൊക്കെ പ്രാവാണ് കേട്ടോ. ഇത് അങ്ങേറ്റ ലാസ്റ്റ് ഒരു വെള്ള കോഴിയൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഇത് പട്ടിയുടെ അടുത്ത് നിന്ന് ആയിഷ് ബഹളം വെക്കണം. നമുക്ക് ഒരു പട്ടിയിൽ നിന്ന് വാലാട്ടുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനൊന്നും ഇഷ്ടമല്ല. മുമ്പൊക്കെ ചേട്ടൻ ഇത് ഇഷ്ടം പോലെ വീട്ടിൽ വളർത്തിയിട്ടുണ്ട്. അങ്ങനെ വഴക്ക് പറഞ്ഞ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേരയൊക്കെ കയറും വീട്ടിൽ. നമുക്കങ്ങനെ കയറിയിട്ടുണ്ട്, അനുഭവമുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. കേട്ടോ. ആയിഷേനെ തുറന്ന് നോക്കുകയാണ്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ അതിനെ എടുത്തെടുത്ത് തന്നെ തിരിച്ച് കൊണ്ടുവച്ച്.